ഇവർക്കിപ്പോൾ മുഹമ്മദ് അലി ജിന്ന പോലും ഈ സവർക്കറിൻ്റെ അത്രയും എതിർപ്പ് മുഹമ്മദ് അലി ജിന്നോട് ഇല്ല. ഇപ്പോൾ മുഹമ്മദ് അലിനോട് എതിർപ്പേ ഇല്ല. ജിന്ന മഹാനാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ജിന്ന പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് രസകരമായൊരു കാര്യമാണ്. ഞാൻ കാണുന്നതിൽ ഏറ്റവും കപടന്മാരും കുടലന്മാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് അവർക്കില്ലാത്ത കൊടികളില്ല, അവർ കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്, അവർക്ക് വേറെ കൊടികളുണ്ട്, അവർക്ക് തൊഴിലാളികളുടെ കൊടിയുണ്ട്, ആ കൊടിയുണ്ട്, ഈ കൊടി, ഇപ്പോൾ ഇവർ നമ്മുടെ കൊടിയും എടുത്തിരിക്കുന്നു എന്ന് ജിന്ന പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് അലി ജിന്ന മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞതിനപ്പുറം ഇതിനി വേറെ ആരാ പറയാനുള്ളത്? 1949 നവംബർ മാസം 16-ാം തീയതിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗം ഡോക്ടർ അംബേദ്കർ നടത്തുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങൾ അറിയിക്കേണ്ടതാണ്. 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിൽ എന്നെ സഹായിച്ച ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിക്കുന്നു. വലിയൊരു പങ്ക് വഹിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. 2, പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആരിൽ നിന്നാണ് ഭീഷണി നേരിടുന്നതെന്നാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത, ഈ ഭരണഘടന എതിർക്കുന്നത്, ഈ ഭരണഘടന ഭീഷണി നേരിടുന്നത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സോഷ്യലിസ്റ്റുകാരിൽ നിന്നാണ്. സോഷ്യലിസ്റ്റുകാരിൽ നിന്നുള്ള ഭീഷണിയുടെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്ത്രീ സമത്വം, അതേപോലെ എല്ലാവരും ആ കാര്യത്തിലാണ് സോഷ്യലിസ്റ്റുകാർ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അത് പ്രതിദാനം ചെയ്യുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകാർക്ക് ഈ ഭരണഘടനയോട് എതിർപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കും ഈ ഭരണഘടനയോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറാണ്. മൂന്നാമത്തത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോഴും അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. എപ്പോഴൊക്കെയാണോ നമ്മുടെ രാജ്യത്ത് നിന്ന് ശത്രുക്കൾ നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്, പഴയ കാലത്തെ ചരിത്രം അദ്ദേഹം എടുത്തു പറയുന്നു. ജയചന്ദ്രൻ്റെ കാര്യം, ഔറംഗസീബിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഔറംഗസീബിനെ സഹായിച്ച ജയസിംഹൻ്റെ കാര്യം, ഇങ്ങനെ ഓരോരുത്തരെയും എടുത്തിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ ആളുകൾ ശത്രുപക്ഷത്ത് ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതേപോലുള്ള ആളുകൾ സവർക്കർക്കെതിരെ രംഗത്ത് വരുന്നത് ഈ പറയുന്ന ജയേന്ദ്രന്മാരാണ്, ഈ പറയുന്ന ജയസിംഹന്മാരാണ്. വന്ദേമാതരത്തെ എതിർക്കുന്നത് ഈ ജയേന്ദ്രന്മാരാണ്, ഈ ജയസിംഹന്മാരാണ്. അവർ രാജ്യത്തിനെതിരായി ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളാണ് എന്ന് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അപകടം. അതുകൊണ്ട് സവർക്കറെ സംബന്ധിച്ചുള്ളത് തികച്ചും സവർക്കർക്കെതിരായിട്ടുള്ള ഒരു വിഷയമല്ല ഇത്. നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഏകതയ്ക്കും സ്വാഭിമാനത്തിനും നേരെ നടക്കുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.